നമ്മൾ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും ഈ ചൂട് വല്ലാതെ വലയ്ക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ളൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തൃശ്ശൂരിൽ കൊടും ചൂടിൽ വലയുന്ന മൃഗങ്ങളിൽ പ്രധാനമാണ് ആനകൾ. ഈ ആനകളെ സംരക്ഷിച്ചെടുക്കുന്നത് ഏറെ ശ്രമകരമാണെന്നാണ് പാപ്പാന്മാർ ഉൾപ്പെടെ പറയുന്നത്. ജെയ്സൺ ആ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരും. സംസ്ഥാനത്ത് കൊടും ചൂടാണ്. പാലക്കാടും തൃശ്ശൂരും ചൂടിൻ്റെ കാര്യത്തിൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. കൊടും ചൂടിൽ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ശാന്തത വേണം, സ്വസ്ഥത വേണം. അതിനുവേണ്ടിയുള്ള നടപടികൾ വേണം. ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആനകളെ പരിപാലിക്കുന്ന വടക്കുംനാഥ ക്ഷേത്രത്തോട് ചേർന്ന സ്ഥലത്താണ്. ഇപ്പോൾ ആന പരിപാലനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഇവിടെ സ്ഥിരമായി ഇതിൻ്റെ ചികിത്സ നടത്തുന്ന ഡോക്ടർ ഗിരിദാസ് നമ്മോടൊപ്പം ചേരുകയാണ്. സത്യത്തിൽ ഈ ചൂട് ഈ മനുഷ്യർക്ക് ബാധിക്കുന്നത് നമുക്കെല്ലാം ബാധിക്കുന്നത് നമുക്കറിയാം. ആനകൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. അത്രയും വലിയൊരു ആകാരം ഉണ്ട്. ആ ആനയുടെ പുറംതൊലി തന്നെ കറുത്ത കളറാണ്. കറുത്ത കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവ് അതിനുണ്ട് എന്നുള്ളതാണ്. ആനകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ചൂട് കൂടുതൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ എനർജി അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. കാരണം ആന പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള മാതിരി സൂര്യപുത്രനാണ് ആന. അപ്പോൾ ആനയ്ക്ക് ചൂട് അത് എത്രയായാലും അതിനനുസരിച്ചുള്ള ജലാംശം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലണം. അപ്പോൾ 250 ലിറ്റർ വെള്ളം ഒരു ദിവസം ആനയ്ക്ക് കൊടുക്കണം. 250 ലിറ്റർ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണയായിട്ടൊരു 40 ലിറ്റർ വെള്ളം, അങ്ങനെ 5 തവണയെങ്കിലും 40 ലിറ്റർ 50 ലിറ്റർ വെള്ളം വെച്ച് കൊടുക്കണം. അതാണ് ആനയുടെ ദിനം പ്രതി ആവശ്യമുള്ള വെള്ളം. ഇത്രയും ആനയ്ക്ക് അകത്ത് വെള്ളം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് ചൂട് അത്ര ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആനയെ പിന്നെ തണലിൽ കെട്ടുക. നേരിട്ടുള്ള സൂര്യൻ്റെ പ്രകാശം ഏൽക്കുന്നിടത്ത് കെട്ടാറില്ല. സാധാരണ തണലുകളിലാണ് കെട്ടുക. കാട്ടിലാണെങ്കിൽ ആന മഡ് ബാത്ത് എന്ന് പറയും. കൂടുതൽ ശരീരത്തിൽ മണ്ണ് വാരിയിട്ടിട്ട് ശരീരം തണുപ്പിക്കാനുള്ള ഒരു രീതിയുണ്ട്. ഇവിടെ അപ്പോൾ അതല്ല കൂടുതൽ. ഇപ്പോൾ ആനയെ നമ്മൾ നാട്ടാനയാണല്ലോ, അപ്പോൾ അവർക്ക് അതിൻ്റെതായ വെള്ളം ആവശ്യത്തിന് കൊടുക്കും. കാട്ടാനകൾക്ക് വെച്ചാൽ ഇങ്ങനെ വെള്ളം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. കാരണം ആനത്താരകളിലൂടെ വെള്ളം തേടിയുള്ള യാത്രയാണ് ആനത്താരകളിലെ യാത്ര എന്ന് പറയാം. ചൂട് വർഷം തോറും കൂടുകയാണ്. ഇതെങ്ങനെ ബാധിക്കും? ഇത്രയും മഴകൾ ലഭിച്ചിരുന്ന മഴയുടെ കുറവും അതോടൊപ്പം തന്നെ ചൂട് കൂടുതൽ ആവുന്നത് കാലാവസ്ഥ വ്യതിയാനമാണ്. അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്തേ പറ്റൂ. വെള്ളം ശേഖരിച്ചു വെക്കാനായിട്ടുള്ളതും വെള്ളം റിസോഴ്സ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ആനകൾ മാത്രമല്ല മൊത്തം മൃഗങ്ങളെ ഇത് ബാധിക്കുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ഒരു വേവ് ഉണ്ട്. ആ ചൂടിൻ്റെ വേവിനെ നമ്മൾ എന്ത് ചെയ്യാൻ മാക്സിമം മറ്റുള്ള മൃഗങ്ങളെ ആയാലും പുറത്ത് അന്തരീക്ഷത്തിൽ നേരിട്ടിട്ട് സൂര്യപ്രകാശം കൊള്ളുന്ന ഭാഗത്ത് പുറത്തേക്ക് വിടരുത്. കാലത്ത് 11 മുതൽ ഒരു 4 മണി വരെ ഒരു മൃഗത്തിനെയും പുറത്തേക്ക് വിടരുത് എന്നാണ് കേന്ദ്രത്തിലുള്ള കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കാരണം അത്രയും ചൂട് സഹിക്കാൻ അവർക്ക് പറ്റില്ല. വരും കാലങ്ങളിൽ കൂടുതൽ കുളങ്ങൾ വെള്ളം കിട്ടാനായിട്ട് ഇതൊക്കെ ഉണ്ടാക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തീർച്ചയായിട്ടും നമ്മൾ പണ്ട് കാലത്ത് ഒരു അമ്പലം ഉണ്ടെങ്കിൽ അമ്പലക്കുളം ഉണ്ടാവും. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോയത് എന്തുകൊണ്ട് ഇപ്പോൾ തൃശ്ശൂർ തന്നെ എത്ര ചിറകളുണ്ട്. ചിറകളൊക്കെ വെള്ളം സൂക്ഷിച്ചു വയ്ക്കാനുള്ള ചിറകളായിരുന്നു. കോൾപ്പാടങ്ങളിലൊക്കെ വെള്ളം ശേഖരിച്ചു വെക്കേണ്ട നമുക്ക് എന്തോരം സ്ഥലങ്ങൾ ഉണ്ടെന്ന് അറിയാം. ഇപ്പം നമുക്കറിയാം ഇഷ്ടികയ്ക്ക് വേണ്ടി എടുത്തുള്ള കളങ്ങളുണ്ട്. അതൊക്കെ അവിടേക്ക് വെള്ളം ശേഖരിച്ചു വയ്ക്കാനുള്ള ഒരു നടപടിയാണ് ഉണ്ടാവുക. അങ്ങനെ വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമാണ് ഇനി വരും കാലങ്ങളുണ്ടാവുക. അപ്പോൾ വെള്ളം ശേഖരിക്കാനുള്ള ഒരു കഴിവാണ് ഓരോ ജനങ്ങളിലും വളർത്തിയെടുക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം നമുക്ക് വേണ്ടത്ര വെള്ളം എത്രയാണെന്ന് നമുക്കറിയാം. അത് അളവ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ആനയ്ക്ക് നമ്മൾ നിർബന്ധിച്ച് അല്ലെങ്കിൽ ആന അത്ര കാലത്ത് തന്നെ വെള്ളം കുടിയിലാണ് ആ ദിനം തുടങ്ങുന്ന തന്നെ വെള്ളം കുടിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ മറ്റുള്ള മൃഗങ്ങൾക്കും വയറ് നിറച്ച് വെള്ളം ശരീരത്തിൽ മാക്സിമം ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അന്നത്തെ ദിവസത്തേക്കുള്ള വെള്ളം ഇപ്പോൾ നമുക്കറിയാം, രാജസ്ഥാനിലൊക്കെ ഒട്ടകം വെള്ളം ശേഖരിച്ച് വയ്ക്കാനുള്ള കഴിവുണ്ട് ഒട്ടകത്തിന്. അത് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മൃഗങ്ങൾക്ക് കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കുകയും തണലത്ത് മാത്രം കിട്ടുകയും ചെയ്യുക ഈ ഒരു കാലഘട്ടത്തിൽ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വരും കാലങ്ങളിൽ കൂടുതൽ ജലം ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. നാം മനുഷ്യനെ മാത്രം ചിന്തിച്ചാൽ പോരാ, മൃഗങ്ങളെ കൂടി പരിഗണിക്കേണ്ട, വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ ഉഷ്ണതരംഗം വരും വർഷങ്ങളിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകണമെന്നാണ് ഡോക്ടർ ഗിരിദാസ് ഇപ്പോൾ പറയുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ. വളർത്തുമൃഗങ്ങളെ ഈ വേനൽക്കാലത്ത് പരിചരിക്കുന്നതിനും വലിയ ശ്രദ്ധ വേണം. പശുക്കളെയും ആടുകളെയും ഒന്നും പുറത്ത് പൊരിവെയിലിൽ മേയാൻ വിടരുത്. അവർക്ക് ധാരാളം വെള്ളം കൊടുക്കണം. തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മനുഷ്യരെക്കാൾ വേഗത്തിൽ മൃഗങ്ങൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഏതായാലും വളർത്തുമൃഗങ്ങളെ പരിചരിക്കുന്നതിനും വലിയ ശ്രദ്ധ തന്നെയാണ് വേണ്ടത്.